സത്യം പറയട്ടെ, ഈ ദിവസം നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചില്ലേ? തീർച്ചയായിട്ടും. സത്യം പറ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇത്ര വലിയ ചോദ്യത്തിന് വിനയം കൊണ്ട് ധ്യാനുള്ളതുകൊണ്ടാണോ ഇങ്ങനൊരു ഒറ്റവാക്കിൽ ഒതുക്കി മിണ്ടാതിരിക്കുന്നത്? നടന്നത് തന്നെ. എടാ, എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബോറായി പോകും. പ്ലീസ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ ഇപ്പോഴും കിടന്നുകൊണ്ട് ദിലീപേട്ടൻ ചെയ്ത കഥാപാത്രത്തിലുണ്ട്. എടാ, അങ്ങനെ ചോദിക്കില്ല. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ, വേണ്ട വേണ്ട നിന്നോട്. ഇപ്പോഴും കിടന്നു പറ, ഫാൻ ബോയ് പറ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. എടാ, എന്താണ് ഞാനിപ്പോ എന്ത് പേര് പറയണം? അതൊരു പടമുള്ള അറിയില്ലേ? എടാ, ഇതെങ്ങാടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തറവാടിന്റെ വാനം. ഞങ്ങൾ ആലോചിച്ച ദിലീപേട്ടനെ മാറ്റിയാലോ എന്നാണ്. ആ പൂതി മനസ്സിലിരിക്കട്ടെ. എന്ത് പ്രഹസനമാണ് സജി. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അന്ന് ചെയ്ത സിനിമയാണ്. അതാരാ അങ്ങനെ ഒരു കൊയ് വിട്ടത്? ഇന്ന് ഞങ്ങൾ എന്താ തൊട്ടികളാണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ഇത്ര വൃത്തികെട്ട കുട്ടികളായി. എന്തോ എങ്ങനെ ആശയൊക്കെ പറയണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇവൻ എഴുതി വരുമ്പോഴത്തേന് ഒരു വായിക്കാൻ അറിയാമല്ലോ. എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പ്രൊഡ്യൂസ് ചെയ്ത സ്വന്തം പടം വായിക്കാറില്ല. ഞാൻ എപ്പോഴാ പേര് തൊട്ട് എഴുതിയത്? അങ്ങനെ ആരും ഇവിടെ പേടിക്കണ്ട.